ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാരങ്ങാ വെള്ളം ചൂടോടെ കുടിക്കുന്നത് ക്യാൻസറിനെ തടയും. തണുപ്പിച്ച നാരങ്ങാ വെള്ളത്തിന് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനുള്ള ശേഷി കുറവാണ്. ചൂടു നാരങ്ങാ വെള്ളത്തിൻ്റെ കയ്പാണ് ക്യാൻസർ കോശങ്ങളെ കൊല്ലാനുള്ള ഏറ്റവും നല്ല വസ്തു. ഇവ അവയിൽ ചിലതു മാത്രം. കുപ്രചാരണങ്ങൾ അന്തമില്ലാതെ ഒഴുകി നടക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ കാലിടറി വീഴാതിരിക്കാൻ സവിശേഷ ശ്രദ്ധ വേണം. ക്യാൻസറിനു കാരണം 5 വെളുത്ത വിഷങ്ങളുടെ നിത്യേനയുള്ള ഉപയോഗമാണ് എന്ന ആരോപണം സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. മൈദ, പഞ്ചസാര, ഉപ്പ്, വെളുത്ത അരി, പാൽ എന്നിവയാണ് ഈ പ്രതികൾ. വാട്സപ്പ്, ഫേസ്ബുക്ക് സന്ദേശങ്ങളായും വീഡിയോ ആയും ഇത് പ്രചരിക്കുന്നുണ്ട്. ചില ആരോഗ്യ ക്ലാസുകളിലും ആമുഖ പ്രസംഗങ്ങളിലും ഇത് ഉയർന്നു കേൾക്കാറുണ്ട്. വിഷയങ്ങളെ അതിശയോക്തിപരമായി അവതരിപ്പിച്ച് ആളുകളിൽ അനാവശ്യ ഭയം ജനിപ്പിക്കുന്ന ഒന്നാണിത്. ക്യാൻസറിൻ്റെ പ്രധാന കാരണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും അവയെ അപ്രസക്തമാക്കാനും മാത്രമേ ഇവ ഉപകരിക്കൂ. ഈ ലിസ്റ്റിൽപ്പെട്ട സാധനങ്ങൾ എല്ലാം തന്നെ നിത്യജീവിതത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവയാണ്. അധികമായാൽ അമൃതും വിഷം എന്ന ചൊല്ലുപോലെ അളവാണ് പ്രധാനം. ഗോതമ്പിലെ തവിടും മുളയും കളഞ്ഞ് ശുദ്ധീകരിച്ചെടുക്കുന്ന പൊടിക്ക് പൊതുവെ മഞ്ഞ നിറം ആയിരിക്കും. ഈ മഞ്ഞ നിറം ബ്ലീച്ചിങ്ങിലൂടെ കളഞ്ഞ് നല്ല വെളുത്ത നിറത്തിലുള്ള മൈദയായി നമുക്ക് ലഭിക്കുന്നു. തവിടും മുളയും നഷ്ടപ്പെടുന്നതോടെ നാരുകളുടെ സാന്നിധ്യം വളരെ കുറയുന്നു. മറ്റ് പോഷകങ്ങളുടെയും ധാതുക്കളുടെയും അവസ്ഥയും അതുതന്നെ. ഒടുവിൽ അന്നജം മാത്രം നൽകുന്നൊരു ഭക്ഷ്യവസ്തുവായി മൈദ മാറുന്നു. രുചിയിലും ഉപയോഗിക്കാനുള്ള എളുപ്പത്തിലും മറ്റ് ഗോതമ്പ് ഉൽപ്പന്നങ്ങളെക്കാൾ മെച്ചമാണ് മൈദ. അതിനാൽ തന്നെ ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ മൈദ ഒരു അവിഭാജ്യ ഘടകമാണ്. അന്നജം ഒഴിച്ച് മറ്റൊന്നും തന്നെ ഇല്ല എന്നതാണ് മൈദയുടെ പ്രശ്നം. അതിനാലാണ് മൈദക്കെതിരെ വ്യാപകമായി പ്രചാരണങ്ങൾ നടക്കുന്നതും. അല്ലാതെ മൈദ ക്യാൻസർ ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നാരുകൾ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതലായി കഴിക്കുന്നത് വൻകുടൽ, മലാശയ ക്യാൻസറുകളുടെ സാധ്യത കുറക്കുമെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഗോതമ്പ് അങ്ങനെ തന്നെയോ തവിടു കളയാതെ പൊടിച്ച ഗോതമ്പ് മാവായോ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉപയോഗിച്ച് മൈദയുടെ ഉപഭോഗം കുറക്കാൻ ശ്രമിക്കേണ്ടതാണ്. വല്ലപ്പോഴും ഒരു പൊറാട്ടയോ ഭട്ടൂരയോ കഴിച്ചു എന്ന് കരുതി പരിഭ്രമിക്കുകയൊന്നും വേണ്ട. ഭയമല്ല, ബോധമാണ് വേണ്ടത്. മൈദയുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരോപണം അലോക്സാൻ എന്ന രാസവസ്തുവിൻ്റെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ടാണ്. മൈദയിലേക്കുള്ള ഗോതമ്പിൻ്റെ പ്രയാണത്തിലെ ഒരു കടമ്പയാണ് ബ്ലീച്ചിങ്. ചില രാസവസ്തുക്കൾ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുമ്പോൾ ആ പ്രക്രിയയുടെ ഉപോൽപ്പന്നമായി അലോക്സാൻ രൂപപ്പെട്ടേക്കാം. ഇവ ചില ലബോറട്ടറി പരീക്ഷണങ്ങളിൽ പരീക്ഷണ മൃഗങ്ങളിൽ പ്രമേഹം വരുത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അലോക്സാൻ മനുഷ്യരിൽ പ്രമേഹം ഉണ്ടാക്കുന്നതായി തെളിയിക്കുന്ന ആധികാരിക പഠനങ്ങളൊന്നുമില്ല. ഇത് ക്യാൻസർ ഉണ്ടാക്കുന്നതായി ഒരു തരത്തിലുമുള്ള പഠനങ്ങളുമില്ല. അതിനാൽ ക്യാൻസർ സംബന്ധമായി ആശങ്ക വേണ്ട. പഞ്ചസാര ക്യാൻസർ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ മധുരപലഹാരങ്ങൾ, മധുരപാനീയങ്ങൾ എന്നിവ നിയന്ത്രണമില്ലാതെ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതിനും ശരീരഭാരം കൂടുന്നതിനും കാരണമാകുന്നു. ശരീരത്തിലേക്ക് ഭക്ഷണത്തിലൂടെ എടുക്കുന്ന ഊർജ്ജവും നാം നമ്മുടെ ദൈനംദിന ജീവിതചര്യയിൽ ഉപയോഗിക്കുന്ന ഊർജ്ജവും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ ശരീരത്തിൽ കൊഴുപ്പായി അടിയുന്നു. അത് ക്രമേണ അധിക ഭാരവും അമിതവണ്ണവുമായി മാറുന്നു. ശരീരത്തിൽ ക്രമാതീതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ശരീരഭാര സൂചിക BMI 25-നും 29.9-നും ഇടയിൽ ഉള്ള അവസ്ഥയാണ് അധികഭാരം. 30 മുതൽ മുകളിലേക്ക് അമിതവണ്ണമാണ്. അമിതഭാരം ഒഴിവാക്കുന്നത് വൻകുടൽ, മലാശയ ക്യാൻസർ, പിത്താശയ സഞ്ചി, ആഗ്നേയഗ്രന്ഥി ക്യാൻസറുകൾ, അണ്ഡാശയം, വൃക്കകൾ, തൈറോയ്ഡ് ക്യാൻസറുകൾ, ആർത്തവ വിരാമശേഷം കണ്ടുവരുന്ന ക്യാൻസർ എന്നിവയുടെ സാധ്യത കുറക്കാൻ സഹായിക്കും. ഉപ്പ് ക്യാൻസർകാരിയല്ല. അത് ക്യാൻസർ ഉണ്ടാക്കുമെന്നൊരു പഠനവും ഇതുവരെ തെളിയിച്ചിട്ടില്ല. മലയാളിയുടെ ഭക്ഷണശീലത്തിലെ ഒരു അവിഭാജ്യ ഘടകമാണ് ഉപ്പ്. ഉപ്പിൻ്റെ ഉപയോഗത്തിലെ ഈ സാർവത്രികത അതിനെ രോഗനിയന്ത്രണ ഉപാധിയായി ഉപയോഗിക്കാൻ പൊതുജന ആരോഗ്യ വിദഗ്ധരെ പ്രേരിപ്പിച്ചു. അയഡിൻ ഉപ്പ് ഇതിനുദാഹരണം മാത്രം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉപ്പിൻ്റെ അമിത ഉപയോഗം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നത് നാം വിസ്മരിച്ചുകൂടാ. രക്താതിമർദ്ദവും ഉപ്പിൻ്റെ ഉപയോഗവും തമ്മിലുള്ള ബന്ധം ഏവർക്കും അറിവുള്ളതാണ്. ഇതിനിടെയാണ് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട് ഉപ്പിനൊരു വില്ലൻ പരിവേഷം കിട്ടിത്തുടങ്ങിയത്. ഇത് ആമാശയ ക്യാൻസറിന് കാരണമാകും എന്ന ഭയാശങ്കയാണ് ഇതിൽ പ്രധാനം. ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയൽ അണുബാധ വർദ്ധിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കൂടാതെ ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം ആമാശയ ഭിത്തിക്ക് നേരിട്ട് ക്ഷതമുണ്ടാക്കുന്നതായും ചില പഠനങ്ങൾ പറയുന്നു.
ഈ സാഹചര്യങ്ങളിൽ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി പരിമിതപ്പെടുത്തി ആഹാരരീതി ക്രമപ്പെടുത്തുന്നതാകും ഉചിതം. ഉപ്പ് തീരെ ഒഴിവാക്കേണ്ടതില്ല. ശരീരത്തിന് ആവശ്യമായ സോഡിയത്തിൻ്റെ നല്ലൊരു സ്രോതസ്സാണ് ഉപ്പ്. പക്ഷേ നമ്മുടെ ഇന്നത്തെ ഭക്ഷണരീതി പ്രകാരം ഉള്ളിൽ എത്തുന്ന ഉപ്പിൻ്റെ അളവ് ഈ ആവശ്യമായ അളവിൻ്റെ പല ഇരട്ടിയാണെന്ന് മാത്രം. അതിനാൽ ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നതാണ് പ്രധാനം. മിതമായ തോതിൽ ഭക്ഷണം തയ്യാറാക്കാൻ ഉപ്പ് ഉപയോഗിക്കുന്നതിനെ ഭയപ്പെടേണ്ട. അത്തരം ഉപയോഗം അർബുദ സാധ്യത ഉള്ളതാണ് എന്ന് കാണിക്കുന്ന പഠനങ്ങൾ ഒന്നും തന്നെയില്ല. പാലും പാലുൽപ്പന്നങ്ങളും കാൽസ്യം, പ്രോട്ടീൻ എന്നിവയുടെ കലവറയാണ്. അവ സമീകൃത ആഹാരത്തിന് ആവശ്യമാണ്. കൂടാതെ പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാനാവാത്തതുമാണ്. മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് കാൽസ്യം ലഭിക്കാത്തവർക്ക് പാൽ ഉപയോഗിക്കാവുന്നതാണ്. പാൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായി തെളിയിക്കുന്ന ആധികാരിക പഠനങ്ങൾ ഒന്നുമില്ല. കൊഴുപ്പ് കളഞ്ഞ പാൽ മിതമായി ഉപയോഗിക്കുന്നതിൽ ഭയപ്പെടേണ്ടതില്ല. കാൽസ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് വൻകുടൽ അർബുദത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാവുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത നേരിയ തോതിൽ കൂട്ടുമെന്നും ചില പഠനങ്ങൾ പറയുന്നു. ഈ കാര്യങ്ങളിൽ വ്യക്തത വരാൻ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. മലയാളിയുടെ മുഖ്യ ആഹാരമാണ് അരി. ആ അരി ക്യാൻസർ ഉണ്ടാക്കുമെന്ന പ്രചരണം ഏറെ ഭീതി ജനിപ്പിക്കും. വെളുത്ത അരി കുത്തരിയെ അപേക്ഷിച്ച് പോഷകമൂല്യം കുറഞ്ഞ ഒന്നാണ്. തവിട് പൂർണ്ണമായും നഷ്ടപ്പെടുന്നതിനാൽ പല പോഷകങ്ങളും വെളുത്ത അരിയിൽ ഇല്ല. നെല്ലിൻ്റെ ഭക്ഷ്യയോഗ്യമല്ലാത്ത പുറന്തോട് കളഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇളം തവിട്ട് നിറമായിരിക്കും. ഇത് അരിയുടെ പുറത്തുള്ള തവിടിൻ്റെ സാന്നിധ്യം മൂലമാണ്. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ മഗ്നീഷ്യം, ഫോസ്ഫറസ്, ബി കോംപ്ലക്സ്, വൈറ്റമിനുകൾ, മാംഗനീസ് തുടങ്ങിയവയും അടങ്ങിയിരിക്കുന്നു. നെല്ല് കുത്തി അതിൻ്റെ പുറന്തോട്, തവിട്, മുള എന്നിവ നീക്കം ചെയ്താണ് വെള്ള അരി ഉണ്ടാക്കുന്നത്. ഈ പ്രക്രിയയിലൂടെ അരി കേടാവുന്നത് ഒഴിവാക്കാനും കൂടുതൽ കാലം സൂക്ഷിച്ചു വെക്കാനും സാധിക്കും. എന്നാൽ വെള്ള അരിയുടെ ഉപയോഗം ക്യാൻസർ ഉണ്ടാക്കുന്നതായി പഠനങ്ങൾ ഇല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.